മധ്യകേരളത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പ്രൗഢഗംഭീരമായി ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ടർമാരുടെ സാന്നിധ്യത്തിൽ മന്ത്രിമാർ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശവും പങ്കുവച്ചു. കൊച്ചി നാവികസേന ആസ്ഥാനത്തും റിപ്പബ്ലിക് ദിന പരേഡ് നടന്നു. എറണാകുളം ജില്ലയിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഗ്രൗണ്ടിൽ റവന്യൂ മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് പരേഡ് പരിശോധിച്ച ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം പങ്കുവച്ചു. ചരിത്രം ആരെങ്കിലും ഇല്ലാതാക്കിയാൽ ഇല്ലാതാകുന്നതല്ലെന്നും എല്ലാ മതങ്ങളും സംസ്കാരങ്ങളും ഉയർത്തിപ്പിടിക്കുന്നവരെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ മതേതരത്വമെന്നും കെ രാജൻ സന്ദേശത്തിൽ പറഞ്ഞു. ആരെങ്കിലും തിരുത്തി എഴുതിയാൻ പുറപ്പെട്ടാൽ ഇല്ലാതാകുന്നതല്ല ബഹുസ്വര ഇന്ത്യയുടെ മഹത്തായ ചരിത്രവും അന്തസ്സാർന്ന പാരമ്പര്യവും. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ആദ്യത്തെ നിയമസംഹിതയാണ് അതിന്റെ ഭരണഘടന. ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലേക്ക് ഉയരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പിൻബലത്തിലാണ്. ഇടുക്കി ജില്ലയിൽ ചെറുതോണി IDA ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി ആരംഭിച്ചതായി മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിലാണ് സംഘടിപ്പിച്ചത്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ടു പോകണമെന്ന് മന്ത്രി സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ കൃഷിമന്ത്രി പി പ്രസാദ് പതാക ഉയർത്തി. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ സഹകരണ മന്ത്രി VN വാസവൻ പതാക ഉയർത്തി. ഓരോ ജില്ലയിലും പോലീസ്, എക്സൈസ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, NCC, സ്കൗട്ട് തുടങ്ങി വിവിധ പ്ലാറ്റൂണുകൾ പരേഡിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ ദേശീയ ഗാനവും ലഹരിവിരുദ്ധ പരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു. കൊച്ചിയിലെ നേവൽ ആസ്ഥാനത്തും റിപ്പബ്ലിക് ദിന പരേഡ് നടന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടർമാർക്കൊപ്പം ജനം, കൊച്ചി.